വെൽക്കം ടു എൻപ്ലക്സ് വേൾഡ്. മൈ നെയിം ഈസ് സിനി ഷിജു. എൻപ്ലക്സ് ആറും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹൈപ്പർ വോളീമിയ. ഹൈപ്പർ വോളീമിയ മീൻസ് ഹൈ ഫ്ലൂയിഡ് ഇൻ ദ ബ്ലഡ്. ഇതിന് നമ്മൾ ഫ്ലൂയിഡ് വോളിയം എക്സസ്, വാട്ടർ റിട്ടൻഷൻ, ഫ്ലൂയിഡ് റിട്ടൻഷൻ, വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നീ പേരുകളിൽ കൂടി വിളിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹൈപ്പർ വോളീമിയയുടെ കോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ, ഹൈ ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ. ഹൈപ്പോവോളീമിയ ഓവറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ വോളീമിയയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി. ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ എന്നീ കണ്ടീഷനിൽ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പർനെട്രീമിയ, എൻഡോക്രൈൻ ഡിസോർഡറായ സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ എന്നീ കണ്ടീഷനിലും പേഷ്യൻറ്റിന് ഹൈപ്പർ വോളീമിയ ആയിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹൈപ്പർ വോളീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റം എന്ന് നോക്കാം. ഹൈപ്പർ വോളീമിയ തന്നെ ഇവിടെ ബ്ലഡ് വോളിയവും ഇൻക്രീസ് ആയിരിക്കും. ബ്ലഡ് വോളിയം ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. ഹൈപ്പർ ടെൻഷൻ, ബൗണ്ടിങ് ടക്കിക്കാർഡിയ, ഷാലോ റെസ്പിറേഷൻ, ഇതാണ് മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റം. അപ്പോൾ ഇവിടെ ഹൈപ്പർ വോളീമിയ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ പൾമണറി കൺജഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും മോണിറ്റർ ചെയ്യണം. അതിനായിട്ട് ലങ് സൗണ്ട് ഓസ്കൾട്ടേറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് ക്രാക്കിൾ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. ഇനി അടുത്ത സൈൻസ് ആൻഡ് സിംറ്റം ആണ് ജുഗുലാർ വെയിനും ഹാൻഡ് വെയിനും ഡിസ്റ്റൻഡഡ് ആയിരിക്കും. സെൻട്രൽ വീനസ് പ്രഷർ ഇൻക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. ഇത്രയുമാണ് ഹൈപ്പർ വോളീമിയയുടെ മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റം. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് മാനേജ്മെൻ്റ് എന്ന് നോക്കാം. ഇവിടെ ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ആൻഡ് സോൾട്ട് റെസ്ട്രിക്ഷൻ അഡ്വൈസ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഡയോററ്റിക്സ്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് വെയിറ്റ് ചെക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേഷ്യൻറ്റിന് എഡിമയുള്ളത് കൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യേണ്ടത് പേഷ്യൻറ്റിന് പൾമണറി കൺജഷനിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. ഇത്രയുമാണ് ഹൈപ്പർ വോളീമിയ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.